എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ 70 ഡാഷ് ക്യാം പാർക്കിംഗ് സർവൈലൻസിന് വേണ്ടി എങ്ങനെ ഹാർഡ്വെയർ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി 70 ഒരു പാർക്കിംഗ് സർവൈലൻസ് ഹാർഡ്വെയർ കിറ്റ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു കാർ സർക്യൂട്ട് ചെക്കറും വേണം. നമ്മുടെ വണ്ടിയിൽ ഡയറക്റ്റ് ബാറ്ററിയും അതുപോലെ ACC എവിടെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഞാൻ അതിൻ്റെ വിവരങ്ങൾ വീഡിയോയിൽ പറയാം. എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി 70 ഇതുപോലൊരു ഹാർഡ്വെയർ കിറ്റ് വേണം പാർക്കിംഗ് സർവൈലൻസിന് വേണ്ടിയുള്ള. അതിൽ ഒരു 3 ടൈപ്പുള്ള ഫ്യൂസ് കാരിയറിൻ്റെ ഉള്ള സോക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. കാരണം അതനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ വണ്ടിയിലെ ഫ്യൂസിൻ്റെ അതനുസരിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് കണക്ഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതിനിങ്ങനെ 3 വയറാണ് വരുന്നത്. ചുമല ഡയറക്റ്റ് ബാറ്ററിയും മഞ്ഞ ACC കണക്ഷനും ഇതിൻ്റെ ഈ ബ്ലാക്ക് ഗ്രൗണ്ടും ഇത്തരം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഡാഷ് ക്യാം പാർക്കിംഗ് സർവൈലൻസിലാവും. അതപ്പോൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇത് കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ റൂഫ് ലൈനറെ കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് നേരെ നമ്മുടെ ഈ സൈഡിൽ കൂടെ ഈ പില്ലറിൻ്റെ കവറിങ്ങിൻ്റെ സൈഡിൽ കൂടെ കൊണ്ട് താഴെ ഇറക്കും. എൻ്റെ വണ്ടിയുടെ ഈ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂസ് കാരിയർ ഇരിക്കുന്നത്. എൻ്റെ നെക്സ്റ്റ് വൺ EV ആണ്. അപ്പോൾ അത് അനുസരിച്ച് ഓരോ വണ്ടിക്കും ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അപ്പം മെയിനായിട്ടുള്ളത് നമുക്ക് എങ്ങനെയാണ് ഇത് കണക്ഷൻ കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ കവർ ഊരിയിട്ട് നമുക്ക് ഇത് ഇങ്ങ് വരെ മേള് വരെ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ഈ കവറിങ് ഒന്ന് ഊരിയെടുക്കണം. ഇതൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഇനി പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ കണക്ഷൻ ഇതുവഴി മേളിൽ കയറ്റിക്കൊണ്ട് വരണം. DIY എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് തന്നെ ചെയ്യുക. മേളിലെത്തി അങ്ങനെ കിട്ടി. കണ്ടോ, നമുക്കിത് ഇച്ചിരി ശ്രമകരമാണ്, പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ആവശ്യത്തിന് നീളമൊക്കെ ഉണ്ട് കേട്ടോ വയറിന്. ഞാനിവിടെ ഒരു ക്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ സൈഡിൽ കൂടെ കയറ്റിക്കൊണ്ട് വെറുതെ പോന്നാൽ മതി, ഒരു പാടുമില്ല. ഇതിൽ കൂടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് അങ്ങ് പോവുകയാണെങ്കിൽ സംഭവം നീറ്റായിട്ടിരിക്കും. അതിന് കുറച്ച് ക്ലിപ്സ് ഉണ്ട്, അതും ഒന്ന് പരിചയപ്പെടുത്താം. ഇതുപോലത്തെ ക്ലിപ്പാണ് ഇത്. ആമസോണിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് ഇതിൻ്റെ അടിയിൽ പശയുണ്ട്. ആ പശ പൊളിച്ച് വന്നിട്ട് നമ്മളിവിടെ ഒട്ടിച്ചിട്ട് ക്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടെ സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഇരിക്കും. കറക്റ്റായിട്ട് വയറിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ കാര്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു സീനില്ല. ഒരു കേബിൾ ടൈ ഇവിടെ മേളിൽ ഒന്ന് കൊടുത്തേക്കാം. വയറൊക്കെ കട്ട് ചെയ്യുമ്പം സൂക്ഷിച്ച് കട്ട് ചെയ്യണേ. കമ്പനി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പലതും വർക്കാകാതെ. ഇപ്പം ഞാൻ AC ഇട്ടിരിക്കുന്നത്
അതുപോലെ ചൂടെടുത്തിട്ടാണ്. പക്ഷേ കണക്ഷനൊക്കെ കൊടുക്കുമ്പോൾ വണ്ടി ഓഫാക്കിയിട്ടേ ചെയ്യാവുള്ളൂ, അത് മറക്കല്ല. അപ്പം ഇത്തൽ വരെയുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടേക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇത്തേന്ന് കണക്ഷൻ ഊരിയിടുക, എന്നിട്ട് ഇനിയിപ്പം ബാക്കിയുള്ള താഴത്തെ കണക്ഷൻസ് കൊടുക്കുക. അപ്പം നമ്മൾ ആ വയറ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതുണ്ടോ, ഇതുപോലെ ക്ലിപ്സ് ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് ആമസോണിൽ മേടിക്കാൻ കിട്ടും. ആദ്യം തന്നെ ഈ ഫ്യൂസിൻ്റെ കണക്ഷൻ നമ്മളിങ്ങനെ ഊരിയെടുക്കുക. ഇത് ഇവിടെയാണ് ഈ ഫ്യൂസ് കാരിയർ ഇരിക്കുന്നത്. ഇതിനകത്ത് ഏതാണ് ഡയറക്റ്റ് ബാറ്ററി അല്ലാത്തതെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് കാറിൻ്റെ സർക്യൂട്ട് ചെക്കർ. ഇതിൻ്റെ ഈ ചുമല ക്ലിപ്പ് വരുന്ന ഭാഗം നമ്മൾ നെഗറ്റീവ് ടെർമിനലിൽ ക്ലിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് വെച്ചിട്ടാണ്, ഈ മുനയുള്ള ഭാഗം വെച്ചിട്ടാണ് ഇത് കണക്ഷൻ ത്രൂ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇത് നെഗറ്റീവിലെ സ്ക്രൂ, അത് ബോഡിയിൽ എവിടെ കൊടുത്താലും നെഗറ്റീവാണ്, അപ്പോൾ അതേ കൊടുത്തു. ഇനിയിപ്പോൾ ഏതിനകത്താണ് നമുക്ക് സപ്ലൈ വരുന്നതെന്ന് നോക്കാം. ഉണ്ടോ, ഇതെല്ലാം ലൈറ്റ് കത്തി, അത് 20 ആമ്പിയറിൻ്റെ. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇപ്പുറത്തേലാണ്, അതും ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രേ കൊടുക്കാമെന്നോർത്താണ് ഇരിക്കുന്നത്. ഇനി ACC ഒന്ന് ഓണാക്കാം. ഇനി ഇതെവിടെയൊക്കെ കറണ്ട് വരുന്നുണ്ടെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങേറ്റത്തെ ഈ 15 ആമ്പിയറിൻ്റെ ഇത് ഇപ്പം കറണ്ട് വന്നിട്ടുണ്ട്. ഒന്നത് ഓഫാക്കി. ഇപ്പോൾ നമ്മൾ ACC ഓഫാക്കി കഴിയുമ്പോൾ അത് ആ കണക്ഷൻ പോകും. കണ്ടോ? അപ്പോൾ ഇനി ബാക്കിയുള്ള കണക്ഷൻ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടുത്തെ ഫ്യൂസ് ഊരി, ഇതാണ് ഡയറക്റ്റ് ബാറ്ററി വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്യൂസ് ഊരി, ഇത് ACC ഓണാകുമ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. അവിടുത്തെ ഫ്യൂസ് ഊരിയിട്ട് നമ്മൾ തന്നെ ആ ഫ്യൂസ് തിരിച്ചു പിടിപ്പിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമ്മളത് പിടിപ്പിച്ചിട്ട് ഇതുപോലെ തന്നെ അത് ഇതിനകത്തോട്ട് കയറ്റി കണക്ട് ചെയ്ത് വെക്കുക. കയറ്റി നല്ല ഫേമായിട്ട് വെക്കുക. അതുപോലെ ACC എടുത്തിട്ട്, ACCക്ക് ഞാൻ അത്തലുണ്ടായിരുന്ന ഫ്യൂസ് കണക്ട് ചെയ്യണം. അതിനൊരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കയറ്റി വെക്കുക. ഇനി ഇത് എർത്ത് എവിടെ കൊടുക്കും എന്നുള്ളതിനെപ്പറ്റി ഒന്ന് നോക്കിയിട്ട് എർത്തും കൊടുക്കുക. നമുക്കൊരു എർത്ത് വയറും കൂടെ കൊടുക്കാനുണ്ട്, അതും കൂടെ ഒന്ന് കൊടുത്തിട്ട് ബാക്കി നോക്കാം. നമ്മളിനി എർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ ഒരു നട്ടെല്ലാണ്. ഇതിൻ്റെ ബാക്കിലൊരു മെറ്റൽ പീസയിലാണ് ഇത് സ്ക്രൂ നട്ട് വിട്ട് മുറുക്കുക. അപ്പോൾ ഇത് കൊടുക്കാവുന്ന ഓർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അത് പിടിപ്പിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ കണക്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം ക്ലിയറായിട്ട് ചെയ്തു. ഇവിടെ ആ നട്ടൽ എർത്തും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം കൂടെ നമ്മൾ ചുറ്റി കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വർക്കാകുമ്പം ബാറ്ററി ഡ്രെയിനായി പോവോ എന്നുള്ള കാര്യങ്ങളൊക്കെ 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് പറയാം. അപ്പം ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ടെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇവിടുത്തെ എല്ലാം പാനലെല്ലാം ക്ലോസ് ചെയ്തു. ഇനി ആദ്യം കണക്ഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. ഏതായാലും ഓണായിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ സ്വിച്ച് ഓഫാക്കി കഴിയുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ ഇവിടുത്തെയുള്ള ലൈറ്റൊക്കെ ഓഫാവും, ഡിസ്പ്ലേ ഓഫാവും. എന്നിട്ട് നമുക്കൊരു മെസ്സേജ് വരും, 5 മിനിറ്റ് കഴിയുമ്പം നിങ്ങളുടെ ഡാഷ് ക്യാം പാർക്കിംഗ് സർവൈലൻസ് മോഡിലോട്ട് മാറുമെന്ന് പറഞ്ഞു. എൻ്റെ 70MA A500S എന്ന് പറഞ്ഞ മോഡലാണ്. അതിന് ഫ്രണ്ട് ക്യാമറ മാത്രമേ സെൻസറുള്ളൂ. അതുകൊണ്ട് നമ്മൾ പാർക്കിംഗ് സർവൈലൻസ് മോഡിലോട്ട് ക്യാമറ കയറി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രണ്ട് ക്യാമറ റെക്കോർഡ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വണ്ടി ഓണാക്കുമ്പോൾ സർവൈലൻസ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജും വരും. ഇതുവരെ ബാറ്ററിക്ക് പ്രശ്നമൊന്നും വരുന്നില്ല, കാരണം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഓണായി നിൽക്കുന്നില്ല സാധനം. നമ്മൾ ഓഫാക്കി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പാർക്കിംഗ് സർവൈലൻസ് മോഡിലോട്ട് പോകും. ഇങ്ങനെ ഒരു മെസ്സേജ് വരും പാർക്കിംഗ് സർവൈലൻസ് മോഡിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. ഈ ഹാർഡ്വെയർ ചെയ്തുള്ള പാർക്കിംഗ് സർവൈലൻസ് ഒരിക്കലും ഫുൾ ടൈം റെക്കോർഡിംഗ് അല്ല. അത് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ അത് ക്യാമറ റെക്കോർഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ബാറ്ററിക്ക് വേറെ ഇഷ്യൂസ് വരുമെന്ന് തോന്നുന്നില്ല. നമുക്കിത് സർവൈലൻസ് ഓഫാക്കി ഇടാം. ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല, വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം കൂടുതൽ വീഡിയോകളായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.